ഞാനിപ്പോൾ ഉള്ളത് വിയറ്റ്നാമിലെ ഹോച്ചിമിൻ സിറ്റിയിലാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ചുറ്റുമായിട്ട് ഇപ്പോൾ ഒരുപാട് സ്കൂട്ടേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടെ ഈ ഹോച്ചിമിൻ സിറ്റിയിൽ മാത്രം അറൗണ്ട് 12 to 13 മില്യണോളം വരുന്ന ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കൊച്ചിയൊക്കെ പോലെ തന്നെ ഒരുപാടധികം ആളുകൾ ഇങ്ങോട്ടേക്ക് വരികയും ഇവിടെ വ്യത്യസ്ത ജോലികളൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എത്തിയിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഈ ആളുകൾക്കൊക്കെ തന്നെ ഇവിടെ വന്ന് താമസിക്കുന്ന അവസരത്തിൽ അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ്. അപ്പോൾ അതൊന്നാമത്തെ ഒരു കാരണമാണ്. രണ്ടാമതായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഇവിടെ കാറുകൾക്ക് അറൗണ്ട് 100% ടാക്സ് നൽകേണ്ടത്. അതായത് ഒരു 20 ലക്ഷം രൂപയുടെ കാറ് നമ്മൾ മേടിക്കുകയാണെങ്കിൽ 20 ലക്ഷം രൂപ ടാക്സ് ആയിട്ട് നൽകേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഇവിടുത്തുകാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഹോച്ചിമിൻ സിറ്റിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ തന്നെയും ഒരുപാടധികം സ്കൂട്ടേഴ്സ് ഉപയോഗിക്കുന്നതും റോഡുകൾ മൊത്തം നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് സ്കൂട്ടേഴ്സ് നമുക്ക് കാറുകളേക്കാൾ കൂടുതലായിട്ടൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നതൊക്കെ. അപ്പോൾ വിയറ്റ്നാമിലേക്ക് ട്രിപ്പ് ഇപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള പാക്കേജുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിയറ്റ്നാം പാക്കേജിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ട്രിപ്പിഫോ എന്ന് കമന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി. ബൈ.